നമസ്കാരം. വെള്ളവസ്ത്രം വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകമെന്നാണ് പറയാറുള്ളത്. സന്യാസ ജീവിതം നയിക്കുന്ന മിക്കവരും ഈ വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അടിമുടി ഫ്രോഡുകളായ ചിലരും ഈ വേഷമണിഞ്ഞ് ജനത്തെ പറ്റിക്കാറുണ്ട്. പലതരം കാര്യസാധ്യത്തിനുള്ള എളുപ്പവഴിയാണ് ഈ വിശുദ്ധിയുടെ പരിവേഷം. പറഞ്ഞു വരുന്നത് അടിമുടി ഫ്രോഡായിരുന്ന സന്തോഷ് മാധവനെക്കുറിച്ചാണ്. രോഗാതുരനായി മരണമടയും മുമ്പ് ഇയാൾ പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ കഴിഞ്ഞത് തന്നെ പഴയ പരിപ്പ് ഇനി വേവില്ലെന്ന ബോധ്യം കൊണ്ടാവാം. കട്ടപ്പനയിലെ പാവപ്പെട്ട വീട്ടിലാണ് ജനനം. 10ാം ക്ലാസ് തോറ്റതോടെ വീട് വിട്ടിറങ്ങി. പല ജോലികൾ ചെയ്തു പോയ സന്തോഷ് മാധവൻ തട്ടിപ്പ് വേലകൾക്കായി സ്വയം ആൾ ദൈവമായി പ്രഖ്യാപിക്കുകയായിരുന്നു. വിദേശത്തും സ്വദേശത്തുമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ ശേഷം നാട്ടിൽ ശാന്തിതീരം എന്ന ആശ്രമം സ്ഥാപിച്ച് ചൂഷണം തുടരുകയായിരുന്നു സന്തോഷ് മാധവൻ. 2008 എല്ലാം തകിടം മറിഞ്ഞു. ഇയാളുടെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും ഒന്നൊന്നായി പുറത്തു വന്നു. ഇന്റർപോൾ തിരയുന്നവരുടെ പട്ടികയിൽ അമൃത ചൈതന്യ എന്ന പേരിൽ പടം വന്നതോടെയാണ് കഷ്ടകാലമായത്. ലക്ഷങ്ങൾ തട്ടിയെന്ന് ആരോപിച്ച് വിദേശ മലയാളിയാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത്. ഈ കേസിൽ അറസ്റ്റിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലൈംഗിക പീഡനമടക്കം പുറത്തു വന്നത്. നഗ്നപൂജ എന്ന പേരിൽ ഇയാൾ സിനിമാ താരങ്ങളെ വരെ ചൂഷണം ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിനു മുമ്പേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സീഡുകളടക്കം ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതെല്ലാം സന്തോഷ് മാധവനെതിരായ കേസിൽ പിന്നീട് നിർണായക തെളിവായി. സന്തോഷ് മാധവൻ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് 15-കാരിയായ പെൺകുട്ടി പരാതി നൽകിയതോടെ സംശയമായി. തുടരന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. സ്ത്രീകളും പെൺകുട്ടികളുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോകളും പകർത്തി സൂക്ഷിക്കുന്നതും ഇയാളുടെ പതിവായിരുന്നു. അത് പിന്നീട് തെളിവുകളായി മാറുകയും ചെയ്തു. ഇയാളുടെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്ത് പോലീസിന് അവിടെ നിന്നും അനേക നീലചിത്രങ്ങളുടെ CD, മയക്കുമരുന്ന്, പുലിത്തോൽ തുടങ്ങിയവ ലഭിച്ചു. ഇയാളുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് 20ഓളം CDകൾ കണ്ടെടുത്തു. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡനത്തിന് വിധേയമാക്കിയതായി CD പരിശോധനയിലൂടെ പോലീസിന് മനസ്സിലായി. സ്ത്രീകളെ ഉപയോഗിച്ച് നീലചിത്ര നിർമ്മാണം നടത്തുകയും ചെയ്തു. നായകൻ സന്തോഷ് മാധവൻ തന്നെ. പീഡനക്കേസിൽ 16 വർഷത്തെ കഠിന തടവായിരുന്നു സന്തോഷ് മാധവൻ കോടതി വിധിച്ചത്. പിന്നീട് ഒരു കേസിൽ കുറ്റവിമുക്തനാക്കി. തൻ്റെ കപട ആത്മീയ പരിവേഷം കാട്ടി സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള സ്ത്രീകളെ പാട്ടിലാക്കി പണം തട്ടുകയായിരുന്നു സന്തോഷ് മാധവൻ്റെ മറ്റൊരു ഹോബി. തൻ്റെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ മലയാള സിനിമയിലെ മുൻ നായികയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് ഇയാൾ വീമ്പ് പറഞ്ഞ് നടന്നിരുന്നു. മാത്രമല്ല സ്പൈ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ആദ്യ പടം ഹിറ്റാകുമെന്ന സന്തോഷിന്റെ പ്രവചനം ശരിയായതോടെയാണ് മുൻ നായികയ്ക്ക് ഇയാളെ വിശ്വാസമായത്. തന്റെ വിവാഹം തീരുമാനിച്ചതോടെ നടി രഹസ്യ ദൃശ്യങ്ങൾ നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം വഴങ്ങിയില്ലെങ്കിലും പിന്നീട് ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ സന്തോഷ് മാധവൻ തയ്യാറായി. ഹോട്ടൽ ബിസിനസ്സിൽ പങ്കാളിയാക്കി ലാഭം വാഗ്ദാനം ചെയ്ത് പ്രവാസി മലയാളി വനിതയെ കബളിപ്പിച്ച കേസാണ് സന്തോഷ് മാധവന് പാരയായത്. ദുബായിൽ ബിസിനസ് ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സ്വദേശിനി സറാഫിൻ എഡ്വിൻ്റെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ്. സന്തോഷ് മാധവന് പുറമെ ഇയാളുടെ കൂട്ടാളി ദുബായിലെ ഡ്രൈവർ തിരുവനന്തപുരം കിളിമാനൂർ പഴയകുന്നൽ തോപ്പിൽ സെയ്ഫുദ്ദീനും കേസിലെ പ്രതിയായിരുന്നു. ജോത്സ്യൻ എന്ന നിലയിൽ വിശ്വാസം ആർജിച്ച ശേഷമായിരുന്നു തട്ടിപ്പ്. മുഖലക്ഷണം നോക്കി ഇപ്പോൾ ബിസിനസ്സിന് പറ്റിയ സമയമാണെന്ന് സെറാഫിനെ തെറ്റിദ്ധരിപ്പിച്ച സന്തോഷ് മാധവൻ ദുബായിലെ ധേരയിൽ അടഞ്ഞെടുക്കുന്ന ഫോർച്യൂൺ ഹോട്ടൽ വാങ്ങി ബിസിനസ് നടത്തിയാൽ മികച്ച ലാഭം ഉണ്ടാവുമെന്നും പ്രവചിച്ചു. ഹോട്ടൽ ബിസിനസ് കരാർ ഉണ്ടാക്കിയ ശേഷം 2002 ഡിസംബർ 1-നും 2003 ജനുവരി 4-നും 50,000 ദിർഹം വീതവും 2003 ജനുവരി 7-ന് 2.5 ലക്ഷം ദിർഹവും പിന്നീട് ഹോട്ടലിലെ വൈദ്യുതി, വെള്ളം എന്നിവയുടെ കുടിശ്ശിക തീർക്കാനെന്ന പേരിൽ 50,000 ദിർഹവും അടക്കം 4 ലക്ഷം ദിർഹമാണ് പരാതിക്കാരി പ്രതികൾക്ക് നൽകിയത്. ദുബായിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി നടത്തിയിരുന്ന സെറാഫിൻ സന്തോഷ് മാധവനെതിരെ ഇന്റർപോളിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചത്. ആത്മീയ പരിവേഷം ജയിലിലും സന്തോഷ് മാധവന് തുണയായി. ആദ്യം ജയിലിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയായിട്ടായിരുന്നു നിയമനം. എന്നാൽ മറ്റ് അന്തേവാസികൾ എതിർത്തതോടെ അവിടെ നിന്ന് മാറ്റി. ഉച്ച കഴിഞ്ഞാൽ സന്തോഷ് മാധവൻ ഫ്രീ ആയിരുന്നു. ആ സമയത്തും ആശുപത്രി കമ്പ്യൂട്ടറിൽ ജോലി തുടർന്നിരുന്നു. കാരണം അതിൽ ഇന്റർനെറ്റ് കണക്ഷൻ, പ്രിന്റർ സൗകര്യം എന്നിവയെല്ലാം ഉണ്ട്. ജയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തിയ ചില ഭൂമി ഇടപാടുകൾ ED പരിശോധിച്ചിരുന്നു. സർക്കാർ മിച്ച ഭൂമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് വിട്ടു നൽകിയതിലും വിവാദങ്ങളുണ്ടായി. ഈ അടുത്ത കാലത്ത് ഈ ഭൂമി സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. ജയിലിൽ നിരന്തര പൂജകൾ ചെയ്യുന്നതായും ജയിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പൂജയ്ക്കായി സഹായങ്ങൾ ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 11:05 അന്ത്യം.